ബാബാ, ഇനി എന്നു കാണും ബാബാ, നിന്റെ മൊഴി എന്നു കേൾക്കും ബാബാ, മൊഴി എന്നു കേൾക്കും ബാബാ. പല യുഗങ്ങൾ നീങ്ങി ആത്മാവ് കേഴുമ്പോൾ വരുമോ നീ ഒരു നോക്കു കാണാൻ. പല യുഗങ്ങൾ നീങ്ങി ആത്മാവ് കേഴുമ്പോൾ വരുമോ നീ ഒരു നോക്കു കാണാൻ. വരുമോ നീ ഒരു നോക്കു കാണാൻ. ഇനി എന്നു കാണും ബാബാ, ഇനി എന്നു കാണും ബാബാ. ദാനമായി നീ നൽകിയാലും ദേവലോകത്തിലൊരു ദിവ്യജന്മം, ദാനമായി നീ നൽകിയാലും ദേവലോകത്തിലൊരു ദിവ്യജന്മം. ആത്മാവിലെ പാപഭാരത്തെ നീക്കുവാൻ കാണട്ടെ ഞാൻ നിന്റെ രൂപം. ആത്മാവിലെ പാപഭാരത്തെ നീക്കുവാൻ കാണട്ടെ ഞാൻ നിന്റെ രൂപം. കാണട്ടെ ഞാൻ നിന്റെ രൂപം. ഇനി എന്നു കാണും ബാബാ, ഇനി എന്നു കാണും ബാബാ. ഇനി എനിക്കോതുവാൻ മന്ത്രമില്ല, കയ്യിൽ അർച്ചനയ്ക്കായി പുഷ്പമൊന്നുമില്ല. ഇനി എനിക്കോതുവാൻ മന്ത്രമില്ല, കയ്യിൽ അർച്ചനയ്ക്കായി പുഷ്പമൊന്നുമില്ല. പരിപാവന നിന്റെ മാനസ പൊയ്കയിൽ മുങ്ങി നീരാടുവാൻ ഞാൻ വരുന്നു. പരിപാവന നിന്റെ മാനസ പൊയ്കയിൽ മുങ്ങി നീരാടുവാൻ ഞാൻ വരുന്നു. മുങ്ങി നീരാടുവാൻ ഞാൻ വരുന്നു. ഇനി എന്നു കാണും ബാബാ, ഇനി എന്നു കാണും ബാബാ, നിന്റെ മൊഴി എന്നു കേൾക്കും ബാബാ, മൊഴി എന്നു കേൾക്കും ബാബാ. പല യുഗങ്ങൾ നീങ്ങി ആത്മാവ് കേഴുമ്പോൾ വരുമോ നീ ഒരു നോക്കു കാണാൻ. വരുമോ നീ ഒരു നോക്കു കാണാൻ. വരുമോ നീ ഒരു നോക്കു കാണാൻ. വരുമോ നീ ഒരു നോക്കു കാണാൻ.
സത്യദൈവം ജ്യോതിസ്വരൂപൻ ശിവഭഗവാൻ, ജ്യോതിസ്വരൂപൻ ശിവഭഗവാൻ എന്നെ ഞാനറിഞ്ഞു. സത്യയുഗത്തിൽ ത്രേതായുഗത്തിൽ ദേവനായിരുന്നു ഞാൻ, പൂജനായിരുന്നു. സത്യയുഗത്തിൽ ത്രേതായുഗത്തിൽ ദേവനായിരുന്നു ഞാൻ, പൂജനായിരുന്നു. ദ്വാപരയുഗത്തിൽ മർത്യനായി ഞാൻ സൃഷ്ടി നാടകം തുടരുന്നു. ജന്യമൃതികൾ സൃഷ്ടി നാടകം തുടരുന്നു. എന്നെ ഞാനറിഞ്ഞു. കലിയുഗമൊടുവിൽ സംഗമയുഗത്തിൽ ധന്യനായി ഞാൻ സത്പുരുഷാർത്ഥിയായി. കലിയുഗമൊടുവിൽ സംഗമയുഗത്തിൽ ധന്യനായി ഞാൻ സത്പുരുഷാർത്ഥിയായി. എൻ സദ്ഗുരുവാ പരമാത്മാവിൽ സുതനായി ഞാൻ, പ്രിയ സുതനായി. ജന്മം സഫലമായി. എന്നെ ഞാനറിഞ്ഞു. ഞാനൊരാത്മാവാണെന്നറിഞ്ഞു. എന്നാത്മനാഥൻ എൻ സത്യദൈവം ജ്യോതിസ്വരൂപൻ ശിവഭഗവാൻ, ജ്യോതിസ്വരൂപൻ ശിവഭഗവാൻ എന്നെ ഞാനറിഞ്ഞു.
शांति अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. 26/11/2021. मीठे बच्चे, स्वयं को राजयोगी समझ विकारी संबंधों से ममत्व निकाल दो. മധുര സന്താനങ്ങളെ, സ്വയത്തെ രാജയോഗി എന്ന് മനസ്സിലാക്കി വികാരി സംബന്ധങ്ങളോടുള്ള മമത അകറ്റൂ. सिर्फ तोड़ निभाने के लिए साथ रहो. സംബന്ധം അല്ലെങ്കിൽ ബന്ധം പുലർത്താൻ വേണ്ടി മാത്രം കൂടെ താമസിക്കും. ചോദ്യം: തും ബച്ചോനെ ദേഹബാൻ കോ ബുലായ ഹെ. കുട്ടികളായ നിങ്ങൾ ദേഹബോധം മറന്നു. इसका यादगार शास्त्रों में किस रूप से दिखाया है. ഇതിന്റെ ഓർമ്മ ചിഹ്നം ശാസ്ത്രങ്ങളിൽ ഏതു രൂപത്തിലാണ് കാണിച്ചിരിക്കുന്നത്? ഉത്തരം: ദിഖാത്തെ ഹെ പാണ്ഡവ് പഹാഡോം പർ ഗൽ ഗയേ. കാണിക്കുന്നുണ്ട് പാണ്ഡവന്മാർ പർവ്വതങ്ങളിൽ ലയിച്ചുപോയി. परंतु उनको क्या पड़ी थी जो पहाड़ों पर बर्फ में जाकर शरीर छोड़ेंगे. പർവ്വതത്തിന്റെ മുകളിൽ മഞ്ഞുകട്ടയിൽ ശരീരം ഉപേക്ഷിക്കാൻ വേണ്ടി മാത്രം അവരെന്താണ് ചെയ്തത്? लोग कहता है हिमालय के पहाड़ों पर कोई शरीर नहीं छोड़ते हैं. ഹിമാലയ പർവ്വത മുകളിൽ ആരും ശരീരം ഉപേക്ഷിക്കുകയില്ല എന്നാണ് നിയമം പറയുന്നത്. ബാക്കി തും യോഗ ബൽ സെ ശരീർ ചോട് ദേത്തെ ഹോ. നിങ്ങൾ യോഗ ബലത്തിലൂടെയാണ് ശരീരം ഉപേക്ഷിക്കുന്നത്. ദേഹബാൻ കോ ബുൽ
അശരീരി बनने की പ്രാക്ടീസ് करते हो. ദേഹബോധം മറന്ന് അശരീരിയാകാനുള്ള പ്രാക്ടീസാണ് ചെയ്യുന്നത്. ഓം ശാന്തി. रूहानी बाप रूहानी बच्चों को समझाते हैं. ആത്മീയ അച്ഛൻ ആത്മീയ മക്കൾക്ക് മനസ്സിലാക്കി തരുന്നു. സംജാത്തെ തോ ഹർ റോജ് ഹെ എന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. ഫിർ ബി കൈ ബാത്തെ ഭൂൽ ജാത്തി ഹെ എന്നിട്ടും പല കാര്യങ്ങൾ മറന്നു പോകുകയാണ്. ബച്ചോं को बुद्धि में है तो रखना है कि यह संगम युग है. മക്കളെ ബുദ്ധിയിൽ വെക്കണം, ഇത് സംഗമ യുഗമാണ്. ഹം സംഗം യുഗ पर है. നമ്മൾ സംഗമ യുഗത്തിലാണ്. ബാബ് ആത്തെ ബി ഹെ സംഗം യുഗ पर. ബാബ വരുന്നതും സംഗമ യുഗത്തിലാണ്. കലിയുഗ് അന്ത് और സത്യുഗ് ആദി का സംഗം ഗായാ हुआ है. കലിയുഗ അന്തിമം സത്യയുഗത്തിന്റെ ആരംഭത്തിനെയാണ് സംഗമയുഗം എന്ന് പറയുന്നത്. ബുലാത്തെ ബി ഇസ് സമയ ഹെ. വിളിക്കുന്നതും ഭഗവാനെ ഇപ്പോഴാണ്. പതീത ദുനിയ കഹാ ജാതാ ഹെ കലിയുഗ് കെ അന്തു കോ. പതീത ലോകം എന്ന് പറയുന്നത് കലിയുഗത്തിന്റെ അന്തിമത്തിനെയാണ് പറയുന്നത്. തബ് ഹി മുജെ ബുലാത്തെ ഹെ. അപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. ബാബ ഹം പതീതോं को പാവൻ ബനാനെ ആവോ. ബാബ പതീതരായ ഞങ്ങളെ പാവനമാക്കാൻ വരൂ. കലിയുഗ് കെ അന്ത് और സത്യുഗ് ആദി മേ ആവോ. കലിയുഗത്തിന്റെ അന്തിമത്തിൽ സത്യുഗത്തിന്റെ ആരംഭത്തിൽ വരൂ. ബുലാത്തെ ഹെ പരന്തു ഉൻകോ പതാ നഹി ഹെ കൽപ്പ കി ആയു കിത്നി ഹെ. വിളിക്കുന്നുണ്ട്, പക്ഷെ അറിയില്ല കൽപ്പത്തിന്റെ ആയുസ് എത്രയാണ് എന്ന്. സമസ്തേ ഹെ ഭക്തി കർത്തെ കർത്തെ ദഖ കാത്തെ കാത്തെ ആഖിരിൻ മിൽ ഹി ജായേഗാ. വിചാരിക്കുന്നത് ഭക്തി ചെയ്ത് ചെയ്ത് തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ഭഗവാനെ അന്വേഷിച്ച് നടന്ന ഒരു ദിവസം ഭഗവാനെ കിട്ടും എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കൽപ്പക അന്ത് കബ് ഹോഗ യഹ കിസ്കോ പതാ നഹി. കൽപ്പത്തിന്റെ അന്തിമം എപ്പോഴാണ് ഇതും ആർക്കും അറിയില്ല. യാദ് കർത്തെ ഹി തബ് ഹെ ജബ് കലിയുഗ് കാ അന്ത് ഹോത്താ ഹെ. ഓർമ്മിക്കുന്നതും കലിയുഗത്തിന്റെ അന്തിമത്താണ്. സത്യുഗ് ത്രേതാമേ തോ ഹൈ ഹി സുഖ്. സത്യത്രേതായുഗത്തിൽ സുഖമാണ്. ദ്വാപർ മേ ബി ഇത്തന ദുഃഖ നഹി ഹോത്ത. ദ്വാപരത്തിലും ഇത്രയും ദുഃഖമൊന്നുമില്ല. കലിയുഗ് മേ മനുഷ്യ ജബ് ബഹുത് ദുഃഖി ഹോത്തെ ഹെ. കലിയുഗത്തിൽ മനുഷ്യൻ വളരെ ദുഃഖികളാകുന്നു. തബ് ബാബ് കോ പുകാർന ശുരു കർത്തെ ഹെ. അപ്പോഴാണ് ബാബയെ വിളിക്കാൻ തുടങ്ങുന്നത്. തമോ പ്രധാൻ മാന ദുഃഖി തബ് ഹി പുകാരെങ്കെ നാ. തമോ പ്രധാനം അർത്ഥം ദുഃഖി, അപ്പോഴല്ലേ വിളിക്കുക. ഹേ ദുഃഖ ഹർത്ത സുഖ ഹർത്ത ആവോ. ഹേ ദുഃഖ ഹർത്ത സുഖ ഹർത്ത വരൂ. ദുഃഖ ഹർത്ത സുഖ ഹർത്ത വരൂ. ദുഃഖ കെ ബന്ധൻ തോ ബഹുത് ഹെ. ദുഃഖത്തിന്റെ ബന്ധനവും ഒരുപാടുണ്ട്. ദുഃഖ കെ ടൈം ഹി ഭഗവാൻ കോ പുകാർത്തെ ഹെ. ദുഃഖത്തിന്റെ സമയത്താണ് ഭഗവാനെ വിളിക്കുന്നത്. ഇസ് ബന്ധൻ സെ ചുടാവോ. ഈ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കൂ. ജബ് കൊയ് രാസ്ത നഹി മിൽത്താ തോ ബഹു ജോർ സെ പുകാർത്തെ ഹെ. മാർഗമൊന്നും കാണുന്നില്ല എങ്കിൽ ശക്തമായിട്ട് തന്നെ വിളിക്കുകയാണ്. പരന്തു ഫിർ ബി പാത്തേ നഹി. എന്നാലും നേടുന്നില്ല ഭഗവാനെ. ജैसे ഭൂൽ ഭൂലയ ഹോത്താ ഹെ ന. എങ്ങനെ മറക്കുന്നു ഓർമ്മിക്കുന്നു മറക്കുന്നു ഓർമ്മിക്കുന്നു എന്നുണ്ടല്ലോ. ജഹാ സെ ബി ജാത്തെ ഹെ രാസ്ത നഹി മിൽത്താ ഹെ. എവിടെ നിന്നാണോ വന്നത്, ഏതി കൂടെ കേറിയോ, പിന്നെ എവിടെയാ ഇറങ്ങണ്ടെന്നുള്ള വഴി അറിയില്ല. എല്ലാം ഒരേപോലെ ഇരിക്കും, പുറത്തു പോകേണ്ട വഴി അറിയില്ല. ജബ് തക്ക് ജാത്തെ ഹെ ഫിർ ചില്ലാത്തെ ഹെ. വഴി അറിയാതെ വന്ന് ക്ഷീണിക്കുമ്പോൾ പിന്നെ നിലവിളിക്കാൻ തുടങ്ങാണ്. तो यहाँ भी मनुष्य जब बहुत दुखी हो जाते हैं तब चिल्लाते हैं. ഇവിടെയും മനുഷ്യർ വളരെ ദുഃഖികളാകുമ്പോഴാണ് നിലവിളിക്കുന്നത്. ഹേ ദുഃഖഹർത്ത സുഖകർത്ത. ഹേ ദുഃഖഹർത്ത സുഖകർത്ത. ഹേ അന്തോം കി ലാട്ടി. ഹേ അന്ധന്മാരുടെ ഊന്നുവടി. ഈ സമയ ഹി പുകാർത്തെ ഹേ. ഹേ അന്തോം കി ലാട്ടി. ഇപ്പോഴാണ് വിളിക്കുന്നത് ഹേ അന്ധന്മാരുടെ ഊന്നുവടി എന്ന്. അബി തും സംഗം പർ ഹോ. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. एक तरफ है पांडव और दूसरे तरफ है कौरव. ഒരു ഭാഗത്ത് പാണ്ഡവന്മാര്, ഇനി ഒരു ഭാഗത്ത് കൗരവന്മാര്. ആദാ ഉൻകോ കഹാ ജാതാ ഹെ. जो രചയിത അന്ധാ ഉൻകോ കഹാ ജാതാ ഹെ. അന്ധന്മാരെന്ന് ആരെയാ പറയുന്നത്? രചയിതാവിനെ കുറിച്ചും രചനയുടെ ആദ്യ മധ്യ അന്തിമത്തെ കുറിച്ചും അറിയാത്തവരെയാണ്. സജ്ജെ ഉൻകോ കഹാ ജാതാ ഹെ. ആരാ കാഴ്ചയുള്ളവര്? जो बाप द्वारा രചത और रचना को जान गए हैं. ബാബയിലൂടെ രചയിതാവിനെയും രചനയെയും അറിഞ്ഞവർ. तुम तो समझाते हो हमको राज्य भाग्य मिला है तब तो चित्र दिखाते हैं.
നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് രാജ്യഭാഗ്യം ലഭിച്ചു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ കാണിക്കുന്നത്. സത്യുഗ് ഹേ ശിവ് ബാബ കാ സ്ഥാപൻ കിയാ ഹുവാ, സത്യുഗം ശിവബാബ സ്ഥാപിച്ചതാണ്. ഇസിലിയെ ഉൻകാ നാം പടാ ഹേ ശിവാലയ, അതുകൊണ്ടാണ് ശിവാലയം എന്ന പേരിടുന്നത്. फिर विकारी बनते हैं तो वाम मार्ग की स्थापना होती है, विकारी ആകുമ്പോൾ വാമമാർഗമായി. ഇസിലിയെ ഇസ്കോ വൈശ്യാലയ കഹാ ജാത, അതുകൊണ്ടാണ് വൈശാല്യം എന്ന് പറയുന്നത്. സത്യുഗ് ഹേ ശിവാലയ, സത്യുഗം ശിവാലയമാണ്. കലിയുഗ് ഹേ വൈശ്യാലയ, കലിയുഗം വൈശ്യാലയമാണ്. തും സംഗമയുഗി ബ്രാഹ്മണോ കോ യഹ് മാലൂം ഹേ, സംഗമിക ബ്രാഹ്മണർക്കറിയാം അബി ഹം നാ വൈശ്യാലയ മേ ഹേ ഓർ നാ ശിവാലയ മേ ഹേ, നമ്മുടെ വൈശ്യാലയത്തിലും അല്ല ശിവാലയത്തിലും അല്ല. ഹം ശിവാലയ മേ ജാ രഹേ ഹേ, നമ്മൾ ശിവാലയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അബി വൈശ്യാലയ, ഇപ്പൊ വൈശ്യാലയമാണ്. വികാരി സംബന്ധോ സേ ഹമാര മമത്വ നിക്കൽ ഗയാ, വികാര സംബന്ധങ്ങളുമായി നമ്മുടെ മമത മാറി. അബി ഹേ ഹമാര ഭവിഷ്യ കെ സംബന്ധ സേ മമത്വ, ഇപ്പൊ നമുക്ക് ഭാവിയിലെ സംബന്ധങ്ങളിലോടാണ് ഉള്ളത് ബന്ധം, മമത്വം. ഹം അബി രാജയോഗി ഹേ വ ഹേ യോഗി, നമ്മൾ രാജയോഗികളാണ്, ഇത് ഇപ്പോൾ അവര് യോഗികളാണ്. ഉൻസെ ഹമാര ക്യാ കണക്ഷൻ ഹേ, അവരുമായിട്ട് നമുക്ക് എന്താ കണക്ഷൻ? ഫിർ ഭി തോട് നിഭാനെ കെ ലിയെ രഹനാ തോ അപ്നെ ഘർ മേ ഹി ഹേ, പിന്നെയും ബന്ധം വെക്കാൻ വേണ്ടി വീടുകളിൽ തന്നെ താമസിക്കുക. ഫിർ ഭി ബ്രാഹ്മണോ സെ ബഹുത് കണക്ഷൻ രഹത്താ ഹേ, എന്നാലും ബ്രാഹ്മണരുമായിട്ടായിരിക്കണം വളരെയധികം കണക്ഷൻ. ക്യോंकि ബ്രാഹ്മണോ ജിतनी ऊंच सेवा और कोई नहीं कर सकते हैं, ബ്രാഹ്മണരെ പോലെ ഉയർന്ന സേവനം വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. റുഹാനി സേവ കർണേ ബാപ്പ് ഹി നിമിത്ത ബൻതേ ഹേ, ആത്മീയ സേവനം ചെയ്യാൻ ബാബയാണ് നിമിത്തമാകുന്നത്. വഹ ബാപ്പ് ബി ഹേ ടീച്ചർ ബി ഹേ തോ ഗുരു ബി ഹേ, അച്ഛനും ടീച്ചറും ഗുരുവുമാണ്. സത്യബാബ സത്യ ടീച്ചർ സത്ഗുരു ബി ഹേ, സത്യമായ അച്ഛൻ സത്യമായ ടീച്ചർ സത്ഗുരുവുമാണ്. സത്യക്കോ സുപ്രീം ഹി കഹത്തെ ഹേ, സത്യത്തിനെ സുപ്രീം എന്നാണ് പറയുന്നത്. ഉൻ ദ്വാര ഹംകോ വർഷ മിൽ റഹാ ഹേ, സത്യമായ അച്ഛനിലൂടെയാണ് നമുക്ക് ആസ്തി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. യാദ് രഹനെ സെ കിത്നി ഹർ വക്ത് ഖുഷി രഹനി ചാഹിയെ, ഇതൊക്കെ ഓർമ്മ വരുമ്പോൾ എന്തുമാത്രം ഓരോ നിമിഷവും ഖുഷി ഉണ്ടാകണം. ഫിർ ഓരോക്കോ സംജാനെ കെ ലിയെ പുരുഷാർത്ഥ് കിയാ ജാതാ ഹൈ, ഇനി മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പുരുഷാർത്ഥം ചെയ്യണം. പേലെ പേലെ തോ വഹ പാർലോകിക് ബാപ്, ആദ്യം പരലോകത്തിലെ അച്ഛൻ. വ സത്യ ശിക്ഷക് ബി ഹേ സത്ഗുരു ബി ഹേ, ഈ അച്ഛൻ സത്യ ശിക്ഷകനുമാണ് സത്ഗുരുവുമാണ്. സൃഷ്ടി ചക്രയ്ക്ക് ആദിമധ്യ അന്ത ജ്ഞാൻ ദേത്തെ ഹേ, സൃഷ്ടിയുടെ ആദിമധ്യ അന്തിമത്തിന്റെ ജ്ഞാനം തരുന്നു. ഇസിലെ ഉൻകോ ജ്ഞാൻ കാ സാഗർ കഹാ ജാത്ത ഹേ, അതുകൊണ്ടാണ് ബാബയെ ജ്ഞാന സാഗരൻ എന്ന് പറയുന്നത്. പേലെ പേലെ തോ ഉൻകി മഹിമ കർണി ഹേ, ആദ്യം ബാബയുടെ മഹിമ പാടുക. സത്യ ബാബ് സത്യ ടീച്ചർ സത്യ സത് ഗുരു ഹെ, ഈ അച്ഛൻ സത്യമായ അച്ഛനാണ്, സത് ഗുരുവാണ്, സത്യമായ ടീച്ചറുമാണ്. സത്യധർമ്മ की स्थापना करते हैं, സത്യധർമ്മമാണ് സ്ഥാപിക്കുന്നത്. മാങ്തേ ഹേ ന ഏക രാജ്യ, ആവശ്യപ്പെടുന്നുണ്ടല്ലോ ഏകരാജ്യം വേണം എന്ന്. സത്യുഗമേ ഹോത്ത ഹെ, അത് സത്യുഗത്തിലാണ്. യഹാ തോ ഹോ ന സക്കെ, ഇവിടെ ഉണ്ടാകാൻ സാധ്യം അല്ല. മനുഷ്യ कहते हैं വൺ വേൾഡ് ഹോ ജായേ ഏകത ഹോ ജായേ, മനുഷ്യർ പറയുന്നു വൺ വേൾഡ് വേണം, ഏകത വേണം. വേൾഡ് तो एक ही होती है, വേൾഡ് ഒന്നാണ്. സിർഫ് വേൾഡ് में एक राज्य हो यह हो सकता है, വേൾഡ് ഒന്നാണ്, ഈ വേൾഡിൽ ഏകരാജ്യം അത് സാധ്യമാണ്. ദേവതാओं का राज्य, ദേവന്മാരുടെ രാജ്യമാണ്. വഹാ ഓർ കൊയ് ഹംഗാമേ കി ബാത് നഹി തി, അവിടെ വേറെ ഒരു ബഹളത്തിന്റെയും വിഷയമേ ഇല്ല. ഒന്നെന്ന് പറയുമ്പോ അവിടെ എന്തില്ല, ബഹളമൊന്നും ഇല്ല. ബേഹദ് കാ ബാപ്പ് ഹി ആക രാജധാനി സ്ഥാപൻ കർത്തേ ഹെ, പരിധിയില്ലാത്ത അച്ഛനാണ് വന്ന രാജധാനി സ്ഥാപിക്കുന്നത്. വയഹ് ബി അബ് തും സമജ് ഗയേ ഹോ, ഇതും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. ബാപ്പ് ഹി രാജോഗ് സിക്ലാത്തെ ഹേ നാ കി ശ്രീകൃഷ്ണ, ബാബയാണ് രാജയോഗം പഠിപ്പിക്കുന്നത്, ശ്രീകൃഷ്ണൻ അല്ല. ഉന്നോനെ കൃഷ്ണ കെ ലിയെ സമജ് ലിയാ ഹെ, ലോകർ കൃഷ്ണൻ എന്നാണ് വിചാരിച്ചത്. രാജോഗ് സിക്ലായാ ഹി തബ് ജബ് രാജധാനി സ്ഥാപൻ കർണി തി, രാജയോഗം പഠിപ്പിക്കുന്നത് രാജധാനി സ്ഥാപിതമാകുമ്പോഴാണ്. ബാക്കി ശാസ്ത്രമേ തോ ഹേ മഹിമ, ബാക്കി ശാസ്ത്രങ്ങളിൽ മഹിമയാണുള്ളത്. സിർഫ് മഹിമ കർണേ സെ കോയി രാജോഗ് സിക്ലാത്തെ ഹേ ക്യാ, മഹിമ പാടിയത് കൊണ്ടൊന്നും രാജയോഗം പഠിപ്പിക്കില്ല.
जो गीता आदि जो सुनाते हैं वह कोई राजयोग सिखलाते हैं क्या? ഗീതയൊക്കെ കേൾപ്പിക്കുന്നവര് രാജയോഗമാണോ പഠിപ്പിക്കുന്നത്? ഗീത സുനാത്തെ ഹെ വ തോ സിർഫ് ജോ ഹോക്കർ ഗയേ ഹെ ഉൻകി മഹിമ കർത്തെ ഹെ. ഗീത കേൾപ്പിക്കുന്നത് വന്നു പോയവരുടെ മഹിമയാണ് പാടുന്നത്. ഭഗവാൻ ने जिन्हों को सुनाया उन्हें ही राज्य पद पाया. ഭഗവാൻ ആർക്കാണോ ഗീതാജ്ഞാനം കേൾപ്പിച്ചത് അവരാണ് രാജ്യപദവി നേടിയത്. ബാക്കി ത്യോഹാർ ആദി സബ് ഭക്തി മാർഗക്കെ ഹേ. ഉത്സവങ്ങളെല്ലാം ഭക്തി മാർഗത്തിന്റെയാണ്. മുഖ്യ ഹേ ഹി സംഗം യുഗ की बात. മുഖ്യം സംഗം യുഗത്തിന്റെ കാര്യം. ശിവ ബാബ ആത്തെ ഹേ. ശിവ ജയന്തിക്ക് बाद കൃഷ്ണ ജയന്തി. ശിവ ബാബ വരുന്നു. ശിവ ജയന്തിക്ക് ശേഷം കൃഷ്ണ ജയന്തി. शिव बाबा के आने के बाद जरूर नई दुनिया സ്ഥാപൻ होगी. ശിവ ബാബ വന്ന ശേഷം തീർച്ചയായും പുതിയ ലോകം സ്ഥാപിതമാകും. കൃഷ്ണ तो है सतयुग का मालिक. കൃഷ്ണനോ സത്യുഗത്തിലെ യജമാനനാണ്. शिव बाबा ने आकर कृष्ण को ऐसा बनाया. शिव बाबा വന്ന് കൃഷ്ണനെ എങ്ങനെയാക്കി? एक कृष्ण को थोड़े ही ज्ञान दिया होगा. ഒരു കൃഷ്ണന് മാത്രമാണോ ജ്ഞാനം കൊടുത്തിട്ടുണ്ടാകുക? കൃഷ്ണപുരി സ്ഥാപൻ की होगी. കൃഷ്ണപുരി സ്ഥാപിച്ചു കാണണം. आत्मा को तमो प्रदान से सतो प्रदान बनाने के लिए योग सिखाया है. ആത്മാവിനെ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാക്കാനാണ് യോഗം പഠിപ്പിച്ചത്. तुम ही फिर सतो रजो तमो में आते हो ना. നിങ്ങളാണ് പിന്നെ സതോ രജോ തമോവിൽ വരുന്നത്. ऐसे नहीं कि सत्युग में ही तुमको बैठ जाना है. സത്യുഗത്തിൽ തന്നെ നിങ്ങൾ ഇരിക്കണം എന്നും അല്ല. 84 ജന്മം का हिसाब भी है. 84 ജന്മങ്ങളുടെ കണക്കും ഉണ്ട്. സത്യുഗ് के बाद त्रेता जरूर आना ही है. സത്യുഗത്തിന് ശേഷം ത്രേതായുഗം തീർച്ചയായും വരിക തന്നെ വേണം. दिन के बाद रात होनी ही है. പകലിന് ശേഷം രാത്രി ആകുക തന്നെ ചെയ്യും. സത്യുഗ് की स्थापना कौन करते हैं, कैसे करते हैं? സത്യുഗം ആരാ സ്ഥാപിക്കുന്നത്, എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്? क्योंकि സത്യുഗ് है ही नई दुनिया. കാരണം സത്യയുഗം പുതിയ യുഗമാണ്, പുതിയ ലോകമാണ്. ബാബ് कहते हैं हम पुरानी दुनिया बदलते हैं. ബാബ പറയുന്നു ഞാൻ പഴയ ലോകം പരിവർത്തനപ്പെടുത്തുകയാണ്. यह वही महाभारी महाभारत की लड़ाई मुस्लिमों की है. ഇത് അതേ മഹാഭാരത യുദ്ധം, മിസൈൽസിന്റെ യുദ്ധം. कहते हैं പാണ്ഡവ भी थे. പാണ്ഡവൻ की जीत हुई. പറയുന്നു പാണ്ഡവന്മാരുണ്ടായിരുന്നു, പാണ്ഡവന്മാർ വിജയിച്ചു. സ്വരാജ്യ മിലാ ഹേ. ജറൂർ സ്വരാജ്യം തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. तो स्वराज्य में आएंगे ना. അപ്പൊ സ്വരാജ്യത്തിൽ വരുമല്ലോ. ശരീർ ബൽ കഹാ ഭി ചോടെ. രാജായി तो आना है. ശരീരം എവിടെ വേണമെങ്കിലും ഉപേക്ഷിക്കട്ടെ, പക്ഷെ രാജ്യത്തിൽ വരും. ലോ कहता है ഹിമാലയ പഹാഡോं पर कोई शरीर छोड़ते नहीं है. ലോ പറയുന്നത് ഹിമാലയ പർവ്വത മുകളിൽ ആരും ശരീരം ഉപേക്ഷിക്കുന്നില്ല. योग तो यहाँ ही सीखते हैं. യോഗം ഇവിടെയാണ് പഠിക്കുന്നത്. योग बल से ही शरीर छोड़ना है. യോഗ ബലത്തിലൂടെ വേണം ശരീരം ഉപേക്ഷിക്കാൻ. उनको क्या पड़ी है जो पहाड़ों पर बर्फ में जाकर शरीर छोड़ेंगे. പർവ്വതത്തിന്റെ മുകളില് മഞ്ഞില് ശരീരം ഉപേക്ഷിക്കാൻ മാത്രം എന്താണ് ഇരിക്കുന്നത്? യഹബി ഗപ്പോടെ. ഇതും ഒരു കെട്ട് കഥകളാണ്. जैसे सर्प पुरानी काल छोड़ नहीं लेते. സർപ്പം പഴയ ചട്ട ഊരി പുതിയതെടുക്കുന്നില്ലേ? वैसे आत्मा भी एक शरीर छोड़ दूसरा लेती. അതേപോലെ ആത്മാവും ഒരു ശരീരം ഉപേക്ഷിച്ചാൽ വേറെ എടുക്കുന്നു. ശാന്തിധാം में जाकर फिर आएंगे सत्युग में. ശാന്തിധാമത്തിലേക്ക് പോകും, പിന്നെ വരും സത്യുഗത്തിലേക്ക്. बाबा ने समझाया है सत्युग में शरीर छोड़ेंगे तो आप ही अपने समय पर. സത്യുഗത്തിൽ ശരീരം ഉപേക്ഷിക്കുമ്പോൾ തന്നെത്താൻ സമയം വരുമ്പോൾ ശരീർ ബുഡ്ഢാ ഹോത്താ ഹെ. ശരീരത്തിന് പ്രായമാകുമ്പോൾ ഏക് ശരീർ ചോർ ദൂസറാ ലേത്തെ ഹെ. ഒരു ശരീരം വിട്ടു വേറെ ശരീരം എടുക്കുന്നു. വഹാൻ തോ വാപിസ് ശാന്തിധാം മേ നഹീ ജായേംഗെ. അവിടുന്ന് തിരിച്ച് ശാന്തിധാമത്തിൽ പോകില്ല. ശാന്തിധാം മേ അഭി ജാന ഹെ. ഇപ്പോഴാണ് ശാന്തിധാമത്തിലേക്ക് പോകേണ്ടത്. അഭി വഹ പ്രാക്ടീസ് കി ജാത്തി ഹെ. ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. जो तुम्हारी यह प्रैक्टिस अविनाशी हो जाती है. നമ്മളിപ്പോ ആത്മാശാന്തിധാമത്തിൽ പോയിട്ട് വരുന്നുണ്ടല്ലോ. ആ പ്രാക്ടീസ് പിന്നീട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അതൊരു സംസ്കാരമാകും. यहाँ तो प्रैक्टिस इसीलिए कराते हैं. ഇവിടെ ബാബ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? क्योंकि पुरानी दुनिया को ही छोड़ना है. പഴയ ലോകമേ നമ്മൾ വിട്ടിട്ട് പോകണം. वहाँ तो नई दुनिया അവിടെ പുതിയ ലോകമാണ്.
സ്വർഗവാസി ശരീർ ചോടെങ്കെ तो स्वर्ग में ही आएंगे. സ്വർഗവാസികൾ ശരീരം ഉപേക്ഷിച്ചാൽ സ്വർഗത്തിലല്ലേ വരിക. നരകവാസി ശരീർ ചോടെങ്കെ तो नरक में ही रहेंगे. നരകവാസി ശരീരം ഉപേക്ഷിച്ചാൽ നരകത്തിൽ തന്നെ ആയിരിക്കും. स्वर्ग में जा ना सके, സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല. സത്യുഗ് में तो तब जाएंगे जब बाप आकर राजयोग सिखलाए. സത്യുഗത്തിൽ വരുന്നത് ബാബ വന്ന് രാജയോഗം പഠിപ്പിക്കുമ്പോഴാണ്. तब देवी राजधानी में अर्थात सत्युग में जा सके. അപ്പോഴേ ദൈവിക രാജധാനി അർത്ഥം സത്യുഗത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. രാജ മഹാരാജ കാ ലഖബ് യഹാ ഹി മിൽത്താ ഹെ. രാജ മഹാരാജാവിന്റെ സംസ്കാരം ഇവിടെയാണ്. പദ് ദൂസറാ മിൽത്താ ഹെ പരന്തു നാം ചൽത്താ രഹതാ ഹെ. പദവി വേറെ ആണെങ്കിലും പേരതായിരിക്കും. ബദൽ നഹി സക്താ, മാറുന്നില്ല. कोई कोई का टाइटल कायम कर देते हैं. जो पैसे से टाइटल लेते हैं. ചിലരോ ബിരുദം നേടുന്നത് കാശ് കൊടുത്ത്, എന്നിട്ട് ആ ബിരുദം നിലനിർത്തും. ആകെ ലാഖ് 2 लाख देते थे तो टाइटल मिलता था. പണ്ടൊക്കെ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊടുത്ത ബിരുദം കിട്ടും. तो यह रूहानी बाप रूहानी बच्चों को बैठ समझाते हैं. ഈ കാര്യങ്ങളൊക്കെ ആത്മാക്കളുടെ എല്ലാം അച്ഛൻ ആത്മാക്കൾക്കാണ് മനസ്സിലാക്കി തരുന്നത്. उनको कहा जाता है स्पिरिचुअल फादर. ആത്മാവോं का बाप പറയുന്നത് സ്പിരിച്വൽ ഫാദർ, ആത്മാക്കളുടെ എല്ലാം അച്ഛൻ. जिनको बुलाते हैं कि हे बाबा आओ. ഈ അച്ഛനെയാണ് വിളിക്കുന്നത്, ഹേ ബാബ വരൂ. ആക്കർ ഹംകോ പതി സെ പാവൻ ബനാവോ. വന്ന് പതീതരായ ഞങ്ങളെ പാവനമാക്കൂ. യഹാ ബഡാ ദുഃഖ ഹേ. ഇവിടെ വളരെ ദുഃഖമാണ്. हमको രാമരാജ്യ में ले चलो. ഞങ്ങളെ രാമരാജ്യത്തിലേക്ക് കൊണ്ടുപോകൂ. ഡ്രാമ അനുസാർ 5000 വർഷ പഹലെ भी ऐसा कहा था. ഡ്രാമ അനുസരിച്ച് 5000 വർഷം മുമ്പും ഇങ്ങനെ പറഞ്ഞിരുന്നു. പരംപിത പരമാത്മാ को आना ही है. ചക്ര फिरता रहता है. പരംപിത പരമാത്മാവിന് വരിക തന്നെ വേണം. ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാപ് कहते हैं मैं कल्प 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 के संगम युग पर आता हूँ. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പം കൽപ്പത്തിന്റെ സംഗമത്തിൽ വരുന്നു. അക്ഷർ ജറൂർ ഡാൽനാ ഹോത്ത. ഈ വാക്ക് തീർച്ചയായും എഴുതണം. ഡ്രാമ കെ പ്ലാൻ അനുസാർ ആത്താ ഹോ. ഡ്രാമ പ്ലാൻ അനുസരിച്ചാണ് വരുന്നത്. ഡ്രാമ അക്ഷർ ബി ലിഖ്നാ പടേ. ഡ്രാമ എന്ന വാക്കും എഴുതേണ്ടതായിട്ടുണ്ട്. तो मनुष्यों को पता पड़े यह 5000 വർഷ का ഡ്രാമ है. മനുഷ്യരറിയട്ടെ ഇത് 5000 വർഷത്തിന്റെ നാടകമാണ്. അഭി സബ് മനുഷ്യ മാത്ര പതീത് ഹേ. ഇപ്പോൾ മനുഷ്യരെല്ലാം പതീതരാണ്. ഇസിലെ ഖുദ് कहते हैं हम पापी हैं नीच हैं. അതുകൊണ്ടാണ് സ്വയം പറയുന്നത് ഞങ്ങൾ പാപിയാണ്, ഞങ്ങൾ നീചരാണ്. ബറോബർ വേശ്യാലയ ഭി ഹേ. വിഷസാഗർ ഹേ. ഇത് വേശ്യാലയമാണ്, വിഷസാഗരമാണ്. വിഷ്ണുപുരി ക്ഷീർ സാഗർ തീ. വിഷ്ണുപുരി ക്ഷീരസാഗരമായിരുന്നു. ജഹാ ലക്ഷ്മി നാരായൺ ധോനോത്തി. അവിടെ ലക്ഷ്മിയും ഉണ്ടായിരുന്നു, നാരായണനും ഉണ്ടായിരുന്നു. ക്ഷീർ സാഗർ ബേണ്ട് കഹാ ജാത. ക്ഷീരസാഗരം എന്ന് ബാബ താരതമ്യപ്പെടുത്തി പറയുകയാണ് കലിയുഗത്തിനെ. ബാക്കി ക്ഷീർ സാഗർ कोई होता नहीं. ബാക്കി ക്ഷീരസാഗരമൊന്നും ഇല്ല. സാഗർ तो सत्युग में भी यही होता है. സത്യുഗത്തിലും സാഗരം ഇങ്ങനെ തന്നെയാണ്. കലിയുഗ് में भी है. കലിയുഗത്തിലും ഉണ്ട്. സത്യുഗ് में सारे सागर के तुम मालिक हो. സത്യുഗത്തിൽ മുഴുവൻ സാഗരത്തിന്റെയും യജമാനനാണ് നിങ്ങൾ. സാരി പൃഥ്വി ആകാശ് കെ തും മാലിക് ഹോ. മുഴുവൻ ഭൂമിയുടെയും ആകാശത്തിന്റെയും യജമാനനാണ്. അഭി तो टुकड़ा टुकड़ा हो गया है. ഇപ്പോഴോ എല്ലാം കഷ്ണം കഷ്ണമായി. അഭി യേ ഹേ സംഗമ. ഇപ്പോൾ ഇത് സംഗമയുഗമാണ്. സംഗമയുഗ ജബ് യാദ് ആയേ തബ് സംജേ. സംഗമയുഗം ഓർമ്മ വരുമ്പോൾ മനസ്സിലാക്കൂ. അബ് സത്യുഗമേ ജാത്തേ ഹേ. ഇപ്പോൾ സത്യുഗത്തിലേക്ക് പോകുന്നു. സംഗം ഹേ तो ബാബ भी जरूर होगा. സംഗമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാബയും ഉണ്ടാകും. വഹി ഇസ് ദുനിയാ കോ ബദൽനെ വാലാ ഹേ. ബാബ ഈ ലോകത്തെ പരിവർത്തനപ്പെടുത്തുകയാണ്. സ്ഥാപന तो ബ്രഹ്മ ദ്വാര യഹാ ഹോത്തി ഹേ. ബ്രഹ്മാവിലൂടെ ഇവിടെയാണ് സ്ഥാപന നടക്കുന്നത്. അബ് തും ചിത്ര ബനാത്തെ ഹോ. നിങ്ങളിപ്പോ ചിത്രങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ബാബ तो है ही ബിന്ദി ലൈറ്റ് മൈറ്റ് की. ബാബ ബിന്ദുവാണ്, ലൈറ്റ് ആണ്, മൈറ്റ് ആണ്. तुम्हारी आत्मा भी लाइट है. ആത്മാവും പ്രകാശമാണ്. अब तुमको लाइट कैसे देवे तो तुम्हारे सिर पर बिंदी दे दी है. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പ്രകാശം തരാൻ പറ്റും? അതുകൊണ്ടാണ് ബാബ ബിന്ദു സ്വരൂപം ആത്മാവെന്ന് പറയുന്നത്. ആത്മാക്കോ ലൈറ്റ് കേസേ ദേ. ആത്മാവിന് എങ്ങനെ പ്രകാശം കൊടുക്കും? ലൈറ്റ് ദേനെ സെ ബടാ ബൻ ജാത്ത. പ്രകാശം കൊടുത്താൽ അത് വലുതാകും.
यह बड़ी लाइट को ही पूछते हैं मनुष्य, इसीलिए मनुष्य परमात्मा को ज्योति स्वरूप कह देते हैं. വലിയ ലൈറ്റിനെ പൂജിക്കുന്നുണ്ട്, അർത്ഥം പ്രകാശത്തിന്. അതുകൊണ്ടാണ് മനുഷ്യര് പരമാത്മാവ് ജ്യോതിസ്വരൂപം എന്ന് പറയുന്നു. വാസ്തവമേ ലൈറ്റ് ഹേ പവിത്രത കി നിശാനി. വാസ്തവത്തിൽ ലൈറ്റ് പവിത്രതയുടെ അടയാളമാണ്. മനുഷ്യ സമസ്തേ ഹേ ജ്യോതിസ്വരൂപ് ഹേ. മനുഷ്യർ വിചാരിക്കുന്നത് ജ്യോതിസ്വരൂപമാണ് എന്ന്. ബിന്ദിക്കോ അഗർ ലൈറ്റ് ബി ചോട്ടി ദേ തോ പൂജ കേസെ ഹോഗി. പ്രകാശ ബിന്ദു കൊടുത്ത പിന്നെ എങ്ങനെയാ പ്രകാശ ബിന്ദുവിന് പൂജിക്കും? ഇസിലിയെ ഭടാക്കർ ദേത്ത്. അതുകൊണ്ടാണ് വലിയ രൂപം കൊടുത്തത്. ഏതാ വലിയ രൂപം? ശിവലിംഗം. ബാബ് कहते हैं मैं परम ആത്മാ സുപ്രീം സോൾ ഹൂം. ബാബ പറയുന്നു ഞാൻ പരം ആത്മാവ് സുപ്രീം സോൾ ആണ്. ജിസ്കോ തും പരമാത്മാ कहते हो, നിങ്ങളെ പരമാത്മാ എന്ന് പറയുന്നു. പരന്തു ചോട്ടി ബിന്ദിക്ക് പൂജ കേസേ ഹോ. പക്ഷെ ചെറിയൊരു ബിന്ദുവിനെ എങ്ങനെ പൂജിക്കും? ലൈറ്റ് കേസ് ഇത് എങ്ങനെ ലൈറ്റ് കൊടുക്കും? कोई लिंग को पूजा करते, ചിലർ ലിംഗത്തിനെ പൂജിക്കുന്നു. സൗകാർ ഹേ തോ ഹീര ഗോൾ ബനാക്കർ. സമ്പന്നരാണെങ്കിൽ വജ്രം കൊണ്ടൊരു ശിവലിംഗം പോലെ ഉണ്ടാക്കും. ഉൻകി പൂജ കർത്തെ, പിന്നെ പൂജിക്കുന്നുണ്ട്. നാം തോ ശിവലിംഗ ഹീരത്തെ, പേര് ശിവലിംഗം എന്നാണ്. ഹേ തോ സ്റ്റാർ. പക്ഷെ എങ്ങനെ ബാബയുള്ളത്? നക്ഷത്രം പോലെ പ്രകാശിക്കുകയാണ്. ഓർ കൊയ് ചീജ് നഹി, വേറൊന്നും ഇല്ല. യഹ ബഡി ഗുഹ്യ ബാത്തെ സമജ്നെ കി ഹേ. ഇത് വളരെ ഗഹനമായ കാര്യമാണ് മനസ്സിലാക്കാൻ. ആത്മാ കൊയ് ബഡി ചോട്ടി നഹി ഹോത്തി. നഹി തോ ഫിറ്റ് കേസെ ഹോ. ആത്മാവ് ചെറുതോ വലുതോ ആകുന്നില്ല. അബി തും ജैसे अपनी आत्मा को जानते हो वैसे बाप को जानते. എങ്ങനെ ആത്മാവിനെ മനസ്സിലാക്കിയില്ലേ അതേപോലെ ബാബയെ നിങ്ങൾ മനസ്സിലാക്കുന്നു. ആത്മാ ബാപ് को बुलाती है. तुमने अपनी आत्मा को देखा है. ആത്മാവാണ് തന്റെ അച്ഛനെ വിളിക്കുന്നത്. ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? तो परमात्मा को कैसे देखेंगे? പിന്നെ പരമാത്മാവിനെ എങ്ങനെ കാണും? हाँ दिव्य दृष्टि से देख सकते हैं. हाँ दिव्य दृष्टिയിലൂടെ കാണാം. तो तुम जब की जानते हो फिर देखने से फायदा ही क्या? നിങ്ങൾക്കറിയാമെങ്കിൽ പിന്നെ കാണുന്നത് കൊണ്ട് എന്താണ് നേട്ടം? ഏതോ പഠായി പഠനേക്ക്. ഇത് പഠിത്തമാണ്, പഠിക്കേണ്ടതാണ്. ജിസേ മനുഷ്യ ദേവതാ ബന്ധ. അതിലൂടെ മനുഷ്യൻ ദേവതയാകുകയാണ്. ഏഹേ ഫ്യൂച്ചർ നയി ദുനിയാക്കിലെ പഠായി. ഇത് ഭാവി പുതിയ ലോകത്തിനുള്ള പഠിത്തമാണ്. ലക്ഷ്മി നാരായൺ കഹായസെ കർമ്മം സീക്കേ. എവിടുന്നായി ലക്ഷ്മി നാരായണൻ ഇങ്ങനത്തെ കർമ്മം പഠിച്ചത്? ഇങ്ങനെ ചെയ്യാൻ പഠിച്ചത് എവിടുന്നാണ്? സംഗം പർ, സംഗമത്തിലാണ്. बाप कहते हैं मैं संगम पर ही आकर तुमको नई दुनिया के लिए पढ़ाई पढ़ाता हूँ. ബാബ പറയുന്നു ഞാൻ സംഗമത്തിലാണ് വന്ന് നിങ്ങൾക്ക് പുതിയ ലോകത്തിനുള്ള പഠിത്തം പഠിപ്പിക്കുന്നത്. ബാബ പ്രദർശനി में तार देते हैं. ബാബ ചിത്ര പ്രദർശനി വയ്ക്കുമ്പോൾ ടെലിഗ്രാം അയക്കും. उसमें है लिखना है यह संगम युग है. ഇത് സംഗമ യുഗമാണ് എന്ന് എഴുതണം. बाप कहते हैं तुम इनसे बर्थ राइट ले सकते हो हमसे. ബാബ പറയാണ് നിങ്ങൾ എന്നിൽ നിന്നും ജന്മസിദ്ധ അധികാരം എടുക്കാം. ഭവിഷ്യ 21 ജന്മോ കെ ലിയേ. അത് 21 ജന്മങ്ങൾക്കാണ് നിങ്ങൾ എടുക്കുന്നത്. സംഗം യുഗ അക്ഷർ ജറൂർ ലിഖ്നാ ഹെ. സംഗമയുഗം എന്ന വാക്ക് തീർച്ചയായും എഴുതണം. एक्यूरेट तो तार जाती है, उनकी कॉपी यहाँ लगानी है. एक्यूरेट ആയിട്ട് ടെലിഗ്രാം അയക്കും. പണ്ടൊക്കെ ടെലിഗ്രാം ആയില്ലേ, പിന്നെ അതിന്റെ കോപ്പി ഇവിടെ വെക്കാൻ. ബഡേ അക്ഷരമേ ലിഖ് ദേനാ ചാഹിയെ. വലിയ വലിയ അക്ഷരങ്ങളിൽ എഴുതുക. ദിൻ പ്രതിദിൻ ക്ലിയർ ഹോത്താ ജാത്താ ഹെ. ദിനം പ്രതിദിനം ജ്ഞാനം വളരെ വ്യക്തമാകും. നീച്ചെ ലിഖ്തേ ഹി ഹെ ബാപ് ദാദാ. താഴെ എഴുതുന്നു ബാപ് ദാദാ. ശിവ ബാബ जो आत्माओं का बाप है. शिव बाबा ആത്മാക്കളുടെയൊക്കെ അച്ഛനാണ്. വഹ പ്രജാപിതാ ബ്രഹ്മ ദ്വാരാ സിഖ്ലാത്തെ ഹെ. ആ അച്ഛൻ പ്രജാപിതാ ബ്രഹ്മാവിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ബാബ് कहते हैं मुझे शरीर का आधार तो चाहिए ना. ബാബ പറയുന്നു എനിക്ക് ശരീരത്തിന്റെ ആധാരം വേണമല്ലോ. ശിവ तो है निराकार. ശിവൻ നിരാകാരിയാണ്. उनको तो अपना कोई शरीर है नहीं. शिव बाबा की തന്റേതായ ശരീരമേ ഇല്ല. ബ്രഹ്മ വിഷ്ണു ശങ്കർ तो सूक्ष्म आकारी है. ബ്രഹ്മാവും വിഷ്ണുവും ശങ്കരനും സൂക്ഷ്മ ശരീരമുണ്ട്. ബാക്കി तो सबको शरीर है. ബാക്കി എല്ലാവർക്കും സ്ഥൂല ശരീരമാണ്. ബാബ് कहते हैं मुझे शरीर है कहाँ. ബാബ പറയുന്നത് എനിക്ക് എവിടെ ഉണ്ട് ശരീരം?
परंतु ऐसे तो नहीं कि मैं नाम रूप से न्यारा हूँ, പക്ഷേ ഞാൻ നാമരൂപത്തിനൊക്കെ അതീതനാണ് എന്നും അല്ല. बहुत क्लियर बच्चों को समझाते हैं. വളരെ ക്ലിയർ ആയിട്ടാണ് ബാബ മക്കൾക്ക് മനസ്സിലാക്കി തരുന്നത്. मैं हूँ निराकार, ഞാൻ നിരാകാരിയാണ്. परंतु जब मैं आता हूँ तो मुझे शरीर जरूर चाहिए. പക്ഷെ ഞാൻ വരുമ്പോൾ എനിക്ക് തീർച്ചയായും ശരീരം വേണം. मैं गर्भ में नहीं आता हूँ, ഞാൻ ഗർഭത്തിൽ വരുന്നില്ല. मैं खुद बतलाता हूँ, मैं സാധാരണ തന്നെ ആയാ ഹൂँ, ഞാൻ സ്വയം പറയാണ് ഞാൻ ഈ സാധാരണ ശരീരത്തിലാണ് വരുന്നത്. यह पहले पूज्यता अब പൂജാരി ബനാ ഹേ. നേരത്തെ പൂജ്യനായിരുന്നു, ഇപ്പോൾ പൂജാരി ആയിരിക്കുന്നു. മാല മേ ബി ഹേ, പഹലെ ശിവ് ബാബ ഫിർ ദോ ദാനെ. മാലയിലും ആദ്യം ശിവ് ബാബ, പിന്നെ 2 മണികൾ. പ്രവൃത്തി മാർഗ ഹേന, പ്രവൃത്തി മാർഗമാണല്ലോ. അഭി തുമको पता है പ്രവൃത്തി മാർഗ की ही മാല ഹേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, കുടുംബ ജീവിതം നയിക്കുന്നവരുടെയാണ് ഈ മാല, ഓർമ്മ ചിഹ്നം. ജോ പ്രവൃത്തി മാർഗമേ പതീതത്തെ, ആ കുടുംബ ജീവിതത്തിൽ പതീതരായിരുന്നു. അപ്പൊ ശിവ് ബാബ की मत से पावन बन. ഇനിയിപ്പോ ശിവ് ബാബ പറയുന്ന മാർഗത്തിലൂടെ ചലിച്ച് പാവനമായി. സൃഷ്ടിക്കോ പാവൻ ബനാ രഹാ ഹേ, സൃഷ്ടിയെ തന്നെ പാവനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസിലിയെ യാദ്ഗാർ മാല ബനി ഹുയി ഹെ, അതുകൊണ്ടാണ് ഓർമ്മ ചിഹ്നമായിട്ട് മാല തയ്യാറായിരിക്കുന്നത്. രുദ്രമാല और വിഷ്ണു की വൈജയന്തി മാല ഹെ. രുദ്രമാല വിഷ്ണുവിന്റെ വൈജയന്തി മാല. ബ്രാഹ്മണോ की മാല നഹി ബന്തി, ബ്രാഹ്മണരുടെ മാല തയ്യാറാകുന്നില്ല. കോശിഷ് की थी बनाने की, ശ്രമിച്ചു ബാബ ബ്രാഹ്മണരുടെ മാല തയ്യാറാക്കാൻ. परंतु बनी नहीं, പക്ഷെ തയ്യാറായില്ല. ഇസിലിയെ മാല ബനാന, അതുകൊണ്ടാണ് ബാബ മാല തയ്യാറാക്കുക. അവ്യക്ത നാം ദേന ചോട് ദിയ, അവ്യക്ത പേര് കൊടുക്കുക, ഇതെല്ലാം വിട്ടു ബാബ. കാരണം എന്താണ്, മക്കള് ബാബയെ വിട്ടിട്ട് പോകുന്നു. പിന്നെ എന്തിനാ ബാബ ഇവരുടെ പുറകെ അവ്യക്ത പേര് കൊടുക്കാൻ പോകുന്നു, ഇവരുടെ പേരിൽ മാല ഉണ്ടാക്കാൻ പോകുന്നു. അതുകൊണ്ട് ബാബ അതൊക്കെ വിട്ടു. നാം ജോ യഹാ കേത്തെ വഹ നാം യഹാ ഹി ചോട്. ഇവിടെ എന്താണോ ബാബ പേര് വെച്ചത്, ആ പേര് ഇവിടെ തന്നെ കളഞ്ഞു. फिर वही अपना पुराना नाम ले भाग जाते, പിന്നെ പഴയ പേരെടുത്തിട്ട് അവര് പോവുകയാണ് യജ്ഞത്തിനെ വിട്ടിട്ട്. उनको उस नए नाम से कोई बुलाएंगे नहीं, പിന്നെ ഈ പുതിയ പേര് വെച്ചിട്ടൊന്നും അവരാരും വിളിക്കില്ല. तो बाप हमारा बाप ടീച്ചർ ഗുരു ഹേ. ബാബ നമ്മുടെ അച്ഛനാണ്, ടീച്ചറാണ്, ഗുരുവാണ്. ऐसे बाप को तो बहुत लव से याद करना है. ഇങ്ങനെയുള്ള അച്ഛനെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. परंतु മായ ऐसी है जो बुला देती है, പക്ഷെ മായ അതുപോലെയാണ് മറപ്പിച്ച് കളയുന്നു. ഇസിലിയെ അവസ്ഥ ഡഗ്മഗ് ഹോത്തി ഹെ, അതുകൊണ്ടാണ് അവസ്ഥ ഡഗ്മഗാകുന്ന, ഇളകുന്നത്. മുർജായെ പനേക്ക് ഫീലിംഗ് ആത്തി ഹെ, വാടിപ്പോയ ഫീലിംഗ് വരുന്നു. ശിവ് ബാബക്ക് യാദേ ഫിർ കടേ ഹോ ജാത്തെ, ശിവ് ബാബയുടെ ഓർമ്മ വരുമ്പോ പിന്നെ അവര് നിവർന്ന് നിൽക്കുകയാണ്. അച്ഛ മീഠേ മീഠേ सिखी लदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार विजयी विकारी संबंधों से ममत्व निकाल देना है. विकारी സംബന്ധങ്ങളോടുള്ള മമത കളയുക. भविष्य के नए संबंधों से बुद्धियोग लगाना है. ഭാവിയിലെ പുതിയ സംബന്ധങ്ങളുമായി ബുദ്ധിയോഗം വെക്കൂ. औरों को समझाने के लिए हर वक्त खुशी में रहना है. മറ്റുള്ളവർക്ക് ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, സദാ സമയം ഖുഷിയോടിരിക്കുക. सत बाप तथा सत्य शिक्षक और सत गुरु की श्रीमत पर चल. സത്യമായ അച്ഛൻ, സത്യമായ ശിക്ഷകൻ, സത് ഗുരു പറയുന്ന മാർഗത്തിലൂടെ ചലിച്ച് അന്തോങ്കി ലാട്ടി ബന്ന ഹേ, അന്ധന്മാരുടെ ഊന്നുവടിയാകണം. വരദാനം കോമളതാക്കോ കമാൽ മേ പരിവർത്തൻ കർ. കോമളതയെ അത്ഭുതമാക്കി മാറ്റി എടുക്കുന്ന മായാജീത് ബന്നെ വാലെ ശക്തി സ്വരൂപ ഭവ. മായാജീത് ആകുന്ന ശക്തി സ്വരൂപരാകും. ശക്തി സ്വരൂപ് ബന്നെ കെ ലിയെ, ശക്തി സ്വരൂപമാകണമെങ്കിൽ കോമളതാക്കോ കമാൽ മേ പരിവർത്തൻ കറോ, കോമളതയെ അത്ഭുതമാക്കി മാറ്റി എടുക്കും. सिर्फ स्वयं के संस्कारों को परिवर्तन करने में कोमल बनो. സ്വയത്തിന്റെ സംസ്കാരത്തെ പരിവർത്തനപ്പെടുത്തുന്നതിൽ കോമളമാകും. കർമ്മമേ കവി കോമൽ നഹി ബന, കർമ്മത്തിൽ കോമളമാകരുത്.
इसमें शक्ति रूप बनना, ഈ കാര്യത്തിൽ നിങ്ങൾ ശക്തി രൂപമാകണം. जो शक्ति रूप का कवच धारण कर लेते हैं, ആരാണോ ശക്തി രൂപത്തിന്റെ കവചം ധരിക്കുന്നത്, उन्हें माया का कोई भी तीर लग नहीं सकता, അവർക്ക് മായയുടെ ഒരു അമ്പും ഏക്കില്ല. इसीलिए आपके चेहरे 9 चेन से, അതുകൊണ്ട് നിങ്ങളുടെ മുഖത്തിലൂടെ കണ്ണുകളിലൂടെ കോമളത के बजाय शक्ति रूप दिखाई दे, കോമളതയ്ക്ക് പകരം ശക്തി രൂപം കാണണം. तब माया जीत 1 पास विथ ऑनर की सर्टिफिकेट ले सकेंगे, എങ്കിൽ മാത്രമേ മായ ജീത് ആയി പാസ് വിത്ത് ഓണർ എന്ന സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്ലോഗൻ. त्रिकालदर्शी की सीट पर सेट होकर, त्रिकालदर्शी എന്ന സീറ്റിൽ സെറ്റായി, ഹർ കർम करो, ഓരോ കാര്യവും ചെയ്യൂ, तो माया दूर से ही भाग जाएगी, അപ്പോൾ മായ ദൂരെ നിന്ന് തന്നെ ഓടിപ്പോകും. ഓരോ കർമ്മവും ചെയ്യുമ്പം ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നോ അത് ഭാവിയിൽ എനിക്ക് എന്താകും, ഏതോ ജന്മത്തെ കർമ്മമാണ് എനിക്ക് ഇവിടെ കിട്ടിയത്, അപ്പൊ അതിനനുസരിച്ച് ഞാൻ പ്രതികരിക്കരുത്, ജ്ഞാനം അവിടെ അപ്ലൈ ചെയ്യുക. സ്വമാനം, ഞാൻ ആത്മാവ് ശക്തി സ്വരൂപമാണ്. ഓം ശാന്തി. शुक्रिया बाबा. ये मत कहो खुदा से मेरी मुश्किलें बड़ी हैं, ये मत कहो खुदा से मेरी मुश्किलें बड़ी हैं, ये मुश्किलों से कह दो मेरा खुदा बड़ा है. आती है आंधियां तो कर उनका खैर मकदम, आती है आंधियां तो कर उनका खैर मकदम, तूफान से ही तो लड़ने खुदा ने तुझे गढ़ा है. ये मत कहो खुदा से मेरी मुश्किलें बड़ी हैं, ये मुश्किलों से कह दो मेरा खुदा बड़ा है, मेरा खुदा बड़ा है, मेरा खुदा बड़ा है. सोना है और भी निखरता, अग्नि में तप के सोना है और भी निखरता, दुर्गम को पार करके हिमालय कोई चढ़ाए, लाएगी रंग मेहनत आखिर तुम्हारी एक दिन, लाएगी रंग मेहनत आखिर तुम्हारी एक दिन, होगा विशाल तरवर वो बीज जो पड़ा है. ये मत कहो खुदा से मेरी मुश्किलें बड़ी हैं, ये मुश्किलों से कह दो मेरा खुदा बड़ा है, मेरा खुदा बड़ा है, मेरा खुदा बड़ा है. शक्तियों से जब साथ है हमारे, वो सर्व शक्तियों से जब साथ है हमारे, हर काम उसके रहते हरगिज़ हुआ पड़ा है. कभी हारना ना, हिम्मत का कदम बढ़ाओ,
कदम बढ़ाओ, हजारों कदम बढ़ाने वो सामने खड़ा है। ये मत कहो खुदा से मेरी मुश्किलें बड़ी हैं, ये मुश्किलों से कह दो मेरा खुदा बड़ा है। ये मुश्किलों से कह दो मेरा खुदा बड़ा है।